ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ വളരെ വലിയൊരു ഡേറ്റയൊന്നുമില്ല. മാർക്കറ്റ് വളരെ ഫ്ലാറ്റായിട്ടുള്ള ഒരു ഓപ്പണിങ്ങിലാണ് നിൽക്കുന്നത്. മാർക്കറ്റിൽ പുതിയതായിട്ട് എന്തെങ്കിലും പറയണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ യു എസ് പ്രസിഡൻറ്റ് ചൈനീസ് പ്രസിഡൻറ്റുമായിട്ട് ഒരു ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. അപ്പോൾ അത്യാവശ്യം നിറയെ എന്താ പറയുക, അഗ്രികൾച്ചറൽ ഡീൽസിനെ കുറിച്ചിട്ട്, ബിക്കോസ് അവിടെ സോയ, ഡയറി, അവിടുത്തെ ഫിഷിങ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ, അതായത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം തന്നെയാണ്. അതുമായിട്ട് ഒരു വലിയൊരു ധാരണ നടത്തി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചൈന ഏറ്റവും കൂടുതൽ സോയ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു സോയ ഇമ്പോർട്ടർ കൂടാണ് ചൈന. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡീലായിരുന്നു. ഫോൺ സംഭാഷണമാണ്, അതിലൊന്നും പെർഫെക്റ്റ് ഡീല് ഹാപ്പൻ ചെയ്തിട്ടില്ല. പക്ഷേ അതിനുശേഷം പുള്ളിക്കാരൻ പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്: ഇനി എൻ്റെ അടുത്ത 3 വർഷത്തെ ഭരണം മാർക്കറ്റിന് നല്ലതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക, ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് മാർക്കറ്റിന് നല്ല കാര്യങ്ങളായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റിനാണ് പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത്. സോ ഇനി അധികം മാർക്കറ്റിനെ തകർക്കുന്ന രീതിക്കുള്ളൊരു സംഭാഷണം കാണില്ല എന്നുള്ളൊരു ഉള്ളടക്കം കൂടെ അതിന് ഉള്ളിൽ ഹിഡൻ ആയിട്ടുണ്ട്. വളരെ നല്ലത്. ഒരു 2 വർഷം കൊണ്ട് മാർക്കറ്റിനെ വല്ലാണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. സോ ഒരു മാറ്റം വരുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, പറയുന്നതേ ഉള്ളൂ. ട്രംപാണ്, ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് പോയാൽ, ഇതായിരുന്നു മാർക്കറ്റിൽ ഞാൻ ലാസ്റ്റ് ഡേയിൽ വരച്ചിരുന്ന ഒരു ചാർട്ടെന്ന് പറയുന്നത്. മാർക്കറ്റ് ഒരു കോൺട്രാക്ഷൻ, ഒരു ചുരുങ്ങുന്ന ഒരു കാലത്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് ഇന്നലെ ഓപ്പൺ ചെയ്തത് ഈ ഒരു ക്യാൻഡിൽ താഴ്ന്ന് ഓപ്പൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മൂവ് ചെയ്തെങ്കിലും മാർക്കറ്റ് തിരിച്ചു വന്ന് സെയിം ഈ ഒരു ഏരിയയിലേക്ക് കടന്നു. ഈ ഒരു ഏരിയയ്ക്കുള്ളിലേക്ക് കടന്ന് മാർക്കറ്റ് സൈഡ് വേസ് പോയി. ഇന്നും കാണിക്കുന്നത് സൈഡ് വേസ് തന്നെയാണ്. അവസാനത്തെ ഒരു 3/4 മണിക്കൂറോളം ഒരു സെല്ലിങ് ചെറുതായിട്ട് അവിടെ കണ്ടിരുന്നു. അതിന് ഇന്ന് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു ഡൗട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി വന്നാലോ, ആ ഒരു വീക്ക്നെസ് എന്തിന് അവസാനത്തെ മിനിറ്റിൽ സംഭവിച്ചു എന്നുള്ളതിൽ എനിക്കൊരു ചെറിയൊരു കോഷനുണ്ട്. സോ ഇതൊന്ന് നോക്കി വയ്ക്കുക. 680 താഴെ പോയാലൊക്കെ ഒരു ചെറിയൊരു വീക്ക്നെസ്, ഒരു ചെറിയൊരു ഏരിയ വരാനുള്ള സാധ്യതയുണ്ട്. നോക്കുക. 685 മുതൽ ഒരു 600 വരെയുള്ള ഒരു ചെറിയൊരു പെട്ടെന്ന് ഇതുപോലൊരു താഴ്ച വന്നിട്ട് ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. അതെന്തിനാണ് ആ വോളിയം എന്നുള്ളത് ആദ്യത്തെ ഒരു കുറച്ച് സമയത്തിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ ഡിസിഷൻ എടുക്കുക. സോ അതിനുശേഷം നമുക്കൊരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാമെന്നുള്ളത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ 600-നും ഒരു 800-ൻ്റെ ഇടയിൽ സൈഡ് വേസ്, ഇതിലേതെങ്കിലും ഒരു ഡയറക്ഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡയറക്ഷനിൽ കൂടെ പോകുക എന്നുള്ളതാണ്. സോ ഇതാണ് എൻ്റെ പേഴ്സണൽ ട്രേഡിംഗ് ഐഡിയ എന്ന് പറയുന്നത്. സോ ഇത് നേരത്തെ ഒരു ചാർട്ടാണ്. ഓക്കെ, ആ ഒരു ട്രെൻഡ് തന്നെയാണ്. അപ്പോൾ ട്രെൻഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവിൽ പോകാനുള്ള സാധ്യത കുറച്ച് ഒന്ന് സൈഡ് വേസ് ഈ ഒരു ഏരിയയിലായിരിക്കും തിരിച്ച് സപ്പോർട്ട് എടുക്കുക. സോ 600-നും ഒരു 580-ൻ്റെ ഇടയിലൊരു സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ അവിടെയുണ്ട്. സോ ഇതുപോലൊരു ബോക്സ് നിങ്ങൾക്ക് താഴെയും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. തിരിച്ച് മേളിലേക്ക് പോയാൽ 800-880 ശേഷമാണ് നല്ലൊരു ട്രേഡ് കിടക്കുക. സോ അതിനനുസരിച്ചുള്ളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുക. ഒരുപാട് വലിയൊരു ഡേറ്റാസ് എൻ്റെ കയ്യിൽ ഇല്ല. മാർക്കറ്റ് ലിറ്ററലി ഫ്ലാറ്റ് ആകുമ്പോൾ വലിയ കാര്യങ്ങൾ ഇല്ല അതിൻ്റെ അകത്ത്. അടുത്ത് ക്രൂഡ് ഓയിലിൽ നോക്കിയാൽ, ക്രൂഡ് ഓയിൽ നമ്മൾ ഒരു സപ്പോർട്ട് ലൈൻ വരച്ച് വെച്ചിരുന്നു. ആ സപ്പോർട്ട് ലൈനിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴേക്ക് വന്ന് സപ്പോർട്ടിൽ ഹിറ്റ് ചെയ്തു, വീണ്ടും മേളിലോട്ട് പോകാൻ ശ്രമിച്ചു, താഴേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിൽ ഇത് ഇങ്ങനൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തു. ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ വന്നിട്ട് അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് കയറിപ്പോയി. സോ അവിടെ ഒരു ട്രേഡ് ഞാൻ അവിടെ ഷോർട്ട് ചെയ്തിരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്, ഇതിന് മേളിൽ നമുക്കൊരു ട്രേഡിംഗ് ഐഡിയ ഞാൻ അവിടെ നേരത്തെ പറഞ്ഞിരുന്നു. ഒരു 780-ൻ്റെ മേളിൽ, 764-ൻ്റെ മേളിലൊരു ട്രേഡിംഗ് ഐഡിയ ഉണ്ടായിരുന്നു. അടുത്ത് ഈ പറഞ്ഞ 800-ൻ്റെ മേളിൽ 5800 അതിൻ്റെ അടുത്ത ടാർഗറ്റും, അതിനുശേഷം 800-ന് മേളിൽ ഫ്രീ ആയിട്ടുള്ളൊരു മൊമെൻറ്റുമാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് ആ ക്യാൻഡലിൽ തന്നെ വന്ന് 15 മിനിറ്റിൽ അടിച്ചു. അതിനുശേഷം വീണ്ടും സെക്കൻഡ് ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട്. സോ ഇനി അടുത്ത് ചിന്തിക്കാനുള്ളത്, ചെറിയൊരു ബുള്ളിഷ്നസ് ഏരിയയിലേക്ക് മാർക്കറ്റ് കടന്നിട്ടുണ്ട് ക്രൂഡ് ഓയിൽ. സോ ഇനി അടുത്തുള്ള ഏരിയാസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് 5920, അടുത്ത 6000 എന്നുള്ളതാണ് അടുത്ത ട്രേഡിംഗ് ടാർഗറ്റ് എന്ന് പറയുക.
സോ 6000 തൊടണം എന്ന് നിർബന്ധമില്ല. ഏതാണ്ട് 5980-84 ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. 84 മേളിൽ നിങ്ങൾക്ക് ടാർഗറ്റ് കീപ്പ് ചെയ്യുക, 80 മേളിലോട്ടുള്ളൊരു ടാർഗറ്റ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. 5980 ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ട്രേഡിംഗ് ഏരിയ. ഇതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്കും മേളിലേക്ക് പൊക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലേക്കും ട്രേഡിംഗ് അനാലിസിസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ചാർട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, കുറച്ച് വലിപ്പം കുറഞ്ഞാണ് ക്യാൻഡിൽസ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്രേഡിംഗ് ഐഡിയ എന്ന് പറയുന്നത്. ഈ ഒരു ലെവൽ താഴേക്ക് പോയാൽ ഇതുവരെ വന്ന് ഇറങ്ങാനോ, ഇല്ലെങ്കിൽ ഇതിന് മേളിൽ കയറിപ്പോയാൽ 6000 വരാനോ, ഇല്ലെങ്കിൽ അതിന് മേളിലേക്ക് പോകാനുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട്. ഓക്കെ, നാച്ചുറൽ ഗ്യാസിലേക്ക് വന്നു കഴിഞ്ഞാലും നാച്ചുറൽ ഗ്യാസും സെയിം ഒരു നെഗറ്റീവ് ട്രെൻഡിൽ ഇങ്ങനെ നിന്ന് പതുക്കെ ഒരു ഡബിൾ ബോട്ടം വെച്ച് പതുക്കെ കയറി വരുവാണ്. സോ ഇതിനൊരു അപ് ട്രെൻഡ് ഉണ്ട്, പക്ഷേ ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിൽക്കുവാണ്. ഓക്കെ, ഈ റെസിസ്റ്റൻസ് ഒന്ന് വാച്ച് ചെയ്ത് വയ്ക്കുക. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് താഴേക്ക് പോയി തിരിച്ച് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 328 അല്ലെങ്കിൽ 336, 44 റേഞ്ചിലേക്ക്, 36 അത്യാവശ്യം അടുത്ത റെസിസ്റ്റൻസ് കിടക്കുന്നത്. സോ ഇത് ബ്രേക്ക് ചെയ്ത് കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോസിങ് 320 മേളിൽ വന്നു കഴിഞ്ഞാൽ 328, 336 അടുത്ത ടാർഗറ്റ്സ് ഉണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 305 ഇത് പലപ്പോഴും സപ്പോർട്ട് എടുക്കുന്നത് അല്ലേ. ഈ ഒരു 304 താഴെയോ അല്ലെങ്കിൽ 302 താഴെയൊക്കെ പൊക്കഴിഞ്ഞാൽ ഇതിന് അടുത്ത ലെവലായിട്ടുള്ള 296, 292 റേഞ്ചിലേക്ക് അതിന് പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്രയാണ് എൻ്റെ ഇന്നത്തെ അനാലിസിസ്. സോ ഇൻട്രാഡേ പൊസിഷൻസ് ഉള്ളവർ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ്. സ്വിംഗ് സ്റ്റോക്സ് അവിടെ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി കാം ഡൗൺ ആയിരിക്കുകയാണ്. ഒരു 25,880 മേളിൽ കയറിയിട്ട് സ്വിംഗ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് പുതിയ പൊസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് എടുക്കണമെന്നില്ല, കൺസൾട്ടേറ്റ് ചെയ്യുകയാണ്. ഒരു നെക്സ്റ്റ് ബ്രേക്കൗട്ടിൽ എടുക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.